അഴുക്ക് പിടിച്ച് കിടക്കുന്ന സോസ് കുപ്പികൾ കൊണ്ടിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് ട്ടോ ഇന്ന്. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, ഈ സോസ് കുപ്പിയൊക്കെ തീർന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പറമ്പിലേക്ക് വലിച്ചെറിയൂലേ. അങ്ങനെ വലിച്ചെറിഞ്ഞ് കുപ്പി പെറുക്കിയിട്ട് ഞാനൊരു സൂപ്പർ പ്ലാന്റർ ഉണ്ടാക്കിയിട്ടുണ്ട് ട്ടോ. അപ്പോൾ വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. അപ്പം ഞാൻ ഒരു ദിവസമായിട്ട് എൻ്റെ താത്താടെ വീട്ടിലാണ് ട്ടോ. നാട്ടിൽ വന്നിട്ട് ഒരാഴ്ചയായി. അപ്പോൾ താത്താടെ വീട്ടിലേക്ക് നിൽക്കാൻ വന്നാണ്. ഒരു ദിവസം നിന്നിട്ടുള്ളൂ ട്ടോ. അപ്പോൾ ആ ഒരു ദിവസം കൊണ്ട് കാട്ടിക്കൂട്ടുന്ന വീഡിയോകളാണ് ഇപ്പോൾ 2-3 ദിവസമായിട്ട് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു പറമ്പിൽ അണ്ണാൻകുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് എന്നും പറഞ്ഞിട്ട് എൻ്റെ താത്ത ക്യാമറ ആയിട്ട് പറഞ്ഞയച്ചാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ എൻ്റെ കണ്ണിൽ അണ്ണാൻകുട്ടിയല്ല പെട്ടത്, വേറൊരു സംഭവം പെട്ടിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇതാ ഇവിടെ ഈ വിറകുംപരയുടെ സൈഡിലായിട്ട് ഇതാ ഈ ചളി പിടിച്ചെടുക്കുന്ന കുപ്പികളും കപ്പൊക്കെയാണ് കേട്ടോ എൻ്റെ കണ്ണിൽ പെട്ടത്. അപ്പം ഞാൻ അതൊക്കെ കൊണ്ട് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒക്കെ ഒരു വീഡിയോ ആണല്ലോ അല്ലേ, വേസ്റ്റ് മെറ്റീരിയലൊക്കെ നല്ല കുട്ടപ്പന്മാരാക്കി എടുക്കുക എന്നാണല്ലോ നമ്മുടെ വീഡിയോ. അപ്പം ഞാൻ അതുകൊണ്ട് നല്ല അടിപൊളി സംഭവം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അണ്ണാൻകുട്ടീനെ നോക്കിയപ്പോൾ അതവിടെ ചീഞ്ഞെടുക്കുന്ന ചക്ക നല്ല സൂപ്പറായിട്ട് നിന്നിട്ട് തിന്നുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്യൂട്ട്നെസ് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടാണ്. അതിനെ പിടിക്കാനൊക്കെ നോക്കി, പക്ഷെ അത് നേരം കൊണ്ട് എന്നെ കണ്ടതും ഒറ്റ ഓട്ടം. അങ്ങനെ ഞാൻ അവിടെ നിന്ന് തിരിച്ച് വന്ന് ഒരു ബക്കറ്റ് എടുത്തു, ആ കുപ്പികളൊക്കെ പെറുക്കി അതിൽക്കിട്ട് എന്നിട്ട് പിന്നെ ഇത് ക്ലീൻ ചെയ്തെടുക്കട്ടെ. നിറച്ചും പൊടിയാണ് കേട്ടോ. അപ്പോൾ അഴുക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മണ്ണും പൊടിയൊക്കെ ആയത് തന്നെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വെള്ളത്തിലിട്ടിട്ട് ആദ്യം ഒന്ന് കഴുകി എന്നിട്ട് അകത്ത് കൊണ്ടുപോയിട്ട് നല്ല സോപ്പും പൊടിയൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി നല്ല കുട്ടപ്പന്മാരും കുട്ടപ്പികളും ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കപ്പുണ്ട്, അതിൻ്റെ തുമ്പ് മാത്രമേ പൊട്ടിയിട്ടുള്ളേ. അപ്പോൾ അതൊക്കെ അങ്ങനെ വലിച്ചെറിഞ്ഞിക്കുക. പക്ഷെ നമ്മൾ അതങ്ങനെ വലിച്ചെറിയില്ലല്ലോ. നമ്മുടെ വീഡിയോയിൽ കണ്ടാലറിയാം ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതല്ലേ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് താത്ത പറയേണ്ടത് എന്തിനാ ഈ കുപ്പി കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് എനിക്ക് കൊണ്ടുപോകാനാന്ന് ചോദിച്ചു. അപ്പം ഞാൻ എനിക്ക് കൊണ്ടുപോകാനൊന്നുമല്ല, ഇത് വെച്ചിട്ട് ഞാനൊരു അടിപൊളി ഐഡിയ ഉണ്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ ഒന്ന് വെള്ളം നിറക്കാൻ കേട്ടോ. നല്ല നല്ല അടിപൊളിയായിട്ട് സോപ്പൊക്കെ പുരട്ടി സൂപ്പറായിട്ട് ബ്രഷ് കൊണ്ടൊക്കെ ഉരച്ച് കഴുകിയെടുത്താണ്. അതിൻ്റെ മുകളിലത്തെ മണ്ണും അഴുക്കൊക്കെ കളഞ്ഞ് എന്നിട്ട് ഞാൻ ഈ കുപ്പിയിലൊക്കെ വെള്ളം നിറക്കാൻ കേട്ടോ. ഇനി ഇതിൽ നമ്മൾ വെക്കാൻ പോകുന്നത് സിൽവർ പോത്തോസാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിൽ കാണുന്ന ഈ മണ്ണും ചെടിച്ചട്ടികളൊക്കെ ഉണ്ടല്ലോ, അത് ഞാൻ വേറൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഒന്ന് ആ ചെടിച്ചട്ടിയൊക്കെ ഒന്ന് കൊട്ടിക്കുടഞ്ഞതാണ്. പക്ഷേ ആ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിലാണ് അണ്ണാനെ കാണാൻ വേണ്ടിയിട്ട് എന്നെ പറഞ്ഞയച്ചത്. അപ്പം ആദ്യം കൊക്കിനെ കാണാനാണ് പറഞ്ഞയച്ചത്, പക്ഷെ ഞാൻ പോയപ്പോൾ കൊക്കുണ്ടായിരുന്നില്ല. പിന്നെ അണ്ണാനെ കണ്ടിട്ട് ഞാൻ തിരിച്ചു പോരുമ്പോഴാണ് ഈ കുപ്പികളൊക്കെ കിട്ടിയത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഈ വീഡിയോ ആദ്യം ചെയ്തിട്ട് പിന്നെ അത് ചെയ്യാം. എന്നിട്ട് ഞാൻ ആ സിൽവർ പോത്തോസിനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി. അതിന് അത്യാവശ്യം വേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, മണ്ണിൽ നട്ടതായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ആ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലത്തെ മണ്ണൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് ഞാനിതാ കുപ്പിയിലേക്ക് ഇറക്കി വെക്കട്ടെ. അപ്പോൾ എൻ്റെ താത്താക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചെടിയാണ് ഈ സിൽവർ പോത്തോസ്. മണി പ്ലാന്റിൻ്റെ 2-3 വെറൈറ്റി എൻ്റെ താത്താടെ കയ്യിലുള്ളൂ. പിന്നോട് എപ്പോഴും പറയൂ കൊച്ചിന്ന് വരുമ്പോൾ എനിക്ക് മണി പ്ലാന്റ് കൊണ്ടതായോ അതുകൊണ്ടായോ ഇതുകൊണ്ടായോ. ഞാൻ എപ്പോൾ വരുമ്പോഴും മറക്കും, അതാണ് സംഭവേ. അപ്പോൾ ഞാനിത് താത്ത കാശ് കൊടുത്ത് മേടിച്ചതാണേ. അപ്പം നമ്മുടെ അഴുക്ക് പിടിച്ച സോസ് കുപ്പി നല്ല കുട്ടപ്പനായിട്ട് സുന്ദരന്മാരും സുന്ദരികളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിത് എവിടെ വെക്കണമെന്നറിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനൊക്കെ ഒരു ട്രേയിലേക്ക് എടുത്ത് വെച്ചിട്ടാണ്. എന്നിട്ട് അതുമായിട്ട് നമുക്കെല്ലാം കൂടിയിട്ട് ഒരുമിച്ച് കൊണ്ടുപോകാം. അങ്ങനെ വിചാരിച്ച് ഓരോന്ന് കൊണ്ടുപോകണ്ടല്ലോ. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഒരു ട്രേയിലേക്ക് വെച്ചിട്ട് നമ്മളിതാ മെല്ലെ മെല്ലെ പയ്യെ നടന്നു പോവാണേ. വിരുന്നേരെ സൽക്കരിക്കാനൊന്നല്ല കേട്ടോ ട്രേയിൽ വെച്ചിട്ട് ഇതിങ്ങനെ കൊണ്ടുപോകണത്. ഞാനിങ്ങനെ സ്റ്റെപ്പ് കയറിപ്പോയാൽ നല്ല അടിപൊളി ഒരു പർഗോള ഉണ്ട് ഈ ഒരു ചുമരിൻ്റെ സൈഡിലാണ് കേട്ടോ. അപ്പം നമ്മൾ അവിടെ കൊണ്ടുപോയി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് താത്താടെ മോളാണ് കേട്ടോ. അപ്പോൾ അവളുടെ മോളുടെ റൂമിൻ്റെ റൂം ടൂർ ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കാണണേ. നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം നമ്മളിതാ ഇവിടെയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല വെളിച്ചമൊക്കെ നല്ല നമുക്ക് കിട്ടും, നമ്മുടെ ഹോളിലേക്കൊക്കെ നല്ല സൺലൈറ്റ് കിട്ടും ഇങ്ങനൊരു പർഗോളുണ്ടായ കാരണം. അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഞാനിത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അളിയനെ എപ്പോഴും വിളിച്ചിട്ട് പറയും, മാമു ഈ വീട്ടിലേക്ക് വായോ എന്നിട്ട് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യേ. അപ്പോൾ അളിയൻ നാട്ടിലുള്ള സമയത്ത് എപ്പോഴും വിളിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് സമയം ഉണ്ടാവില്ല, എനിക്ക് കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ കുറേ പാടല്ലേ.
പിന്നെ നമ്മുടെ സ്കൂളും കാര്യങ്ങളും ഒക്കെ കൂടിയിട്ട് ഭയങ്കര പണിയായിരിക്കും. അപ്പോൾ അത് കാരണം എനിക്ക് ലീവ് കിട്ടലില്ല. അപ്പോൾ അത് കാരണം നമ്മളിതാ ഇവിടെ ഇപ്പോൾ വെക്കേഷൻ ആയപ്പോഴാണ് കേട്ടോ നാട്ടിൽ വന്നപ്പോൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഫ്ലവർ വേസ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെടുത്ത് മാറ്റി അതിന് വേറെ സ്ഥലത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ നമ്മുടെ കയ്യിൽ ഇത്രയും കുപ്പികൾ ഇപ്പം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വേറെ കുപ്പികളൊക്കെ ഉണ്ട് അത്രേ. അപ്പം ഇനി താത്ത പറഞ്ഞിട്ടുണ്ട് ഈ കപ്പ് മാറ്റിയിട്ട് ഇനി ആ ഒരു കുപ്പിയും കൂടി വെച്ചിട്ട് സെറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു കപ്പും വെച്ച് സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടാണ്. അപ്പോൾ ഈ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ വെറുതെ ആ ഒരു വെറുകും പെരയുടെ അവിടെ അഴുക്ക് പിടിച്ച് കിടന്നിരുന്ന കുപ്പീനൊക്കെ എടുത്ത് കുട്ടപ്പന്മാരൊക്കെ ആക്കി സെറ്റാക്കിയിട്ട് ഇതാ ഇവിടെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് എന്നിട്ട് ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അളിയനക്ക് അയച്ചു കൊടുത്തിട്ടാണ്. അപ്പോൾ അളിയനക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ കുറച്ച് ദിവസം കൂടി എന്നിട്ട് ഇവിടെ ഒന്നും കൂടിലും ഭംഗിയാക്കിയിട്ട് എല്ലാ ചെടികളും സെറ്റ് ചെയ്തിട്ട് പോയാൽ മതി എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് ടൈമില്ല. ഞാൻ ഇന്ന് വൈകുന്നേരം തന്നെ ഇവിടെ നിന്ന് സൂട്ടാവും. നമുക്ക് നാളെ തിരിച്ച് കൊച്ചിയിലേക്ക് പോകണം. ഓട്ടമൊക്കെ ചെയ്യാണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഓട്ടമൊക്കെ ചെയ്യണില്ലേ? എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഓട്ടമൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാർട്ടീനെ ജയിപ്പിക്കണേ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഈ വൈകുന്നേരം ആകുമ്പോൾ ഞാൻ ഇവിടുന്ന് പോകും. അതിൻ്റെ ഉള്ളിൽ എനിക്ക് കുറച്ചും കൂടി പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നാളെ ഇടാം. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കലാപരിപാടി, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമൊന്നും എൻ്റെ വീഡിയോസിൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ പറയൽ തുടങ്ങി. ഇത് വെറുതെ നിങ്ങളിത് കാണുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാനിപ്പോൾ സബ്സ്ക്രൈബ് ചോദിക്കുന്നത്.